ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു ബോർഡർ ലൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ രണ്ട് ലൈൻ വരച്ചെടുക്കുക. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഓരോ പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ ഷേപ്പിൽ ത്രികോണ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്കെയിൽ ഉപയോഗിക്കണം. അതിനുശേഷം ഇതുപോലെ അകത്തുനിന്ന് കുത്തി പുറത്തെടുത്ത് തിരിച്ച് ഒരു ചെറിയ പോയിന്റിൽ അടുത്ത് തന്നെ കുത്തി താഴ്ത്തുക. വീണ്ടും ഇവിടെ അതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലെ അതിനുശേഷം വീണ്ടും ഇവിടെ അങ്ങനെ ചെയ്യുക. ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ള് മാർക്ക് ചെയ്ത ശേഷം ഈ സൈഡിൽ നിന്ന് നൂല് കുത്തിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് ഗ്യാപ്പുണ്ട്. ഇതിലൂടെ ഉള്ളിലേക്ക് ഇടുക. അതിനുശേഷം ഇതിലേക്ക് കൂടി താഴത്തെ ലൈനിൻ്റെ ഉള്ളിൽ കൂടി ഇടുക. വീണ്ടും മുകളിലെ ലൈനിൻ്റെ ഉള്ളിൽ കൂടി ഇടുക. വീണ്ടും താഴത്തെ ലൈനിൻ്റെ ഉള്ളിൽ കൂടി ഇടുക. ഇതുപോലെ ഫുള്ള് ചെയ്യുക. അതിനുശേഷം നമ്മൾ സൂചി ഇവിടെ നിന്ന് കുത്തിയെടുക്കുക. ഇവിടെ കുത്തി താഴ്ത്തുക. അതിനുശേഷം ഇവിടെ വീണ്ടും മേലോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴേക്ക് കുത്തി ഇറക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ഡെയ്സി പെറ്റൽ കൊടുക്കുക. ഇതുപോലെ ഉള്ളിൽ നിന്ന് കുത്തിയെടുക്കുക. ഇതുപോലെ കുത്തി കൊടുക്കുക. ഇതുപോലെ ഫുള്ള് ചെയ്യുക. ഈ സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. വലത് സൈഡിൽ കുത്തി താഴ്ത്തുക. നടുക്ക് കൂടി കുത്തി മുകളിലേക്ക് എടുക്കുക. സെയിം സ്ഥലത്തുകൂടി താഴേക്ക് താഴ്ത്തുക. ഇനി ഇവിടെ ഒരു ഡെയ്സി പെറ്റൽ കൊടുക്കുക. നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റിച്ച് ഫ്ലൈ സ്റ്റിച്ചാണ്. ഇതുപോലെ കുത്തിയെടുക്കുക. താഴേക്ക് താഴ്ത്തുക. അതിനുശേഷം ഇതുപോലെ വീണ്ടും മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു ഡെയ്സി
പെറ്റൽ കൊടുക്കുക. ഫ്ലൈ സ്റ്റിച്ചിൻ്റെ ക്ലാസ്സുകൾ ഇതിന് മുന്നിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലേസി ഡേസിയുടെ വളരെ ഈസിയാണ് പഠിച്ചെടുക്കാൻ. നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് മുമ്പിൽ, അത് കണ്ടു പഠിക്കുക. നമുക്കിടെ ചുരിദാറിൻ്റെ ബോട്ടം പാർട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ചെസ്റ്റിൽ ചെയ്യാൻ പറ്റും, നെക്കിൽ ചെയ്യാൻ പറ്റും, ബ്ലൗസിൻ്റെ കൈകളിൽ ചെയ്യാൻ പറ്റും. വളരെ മനോഹരമായ ബോർഡർ ഡിസൈനാണ് ഇത്. ഗോൾഡൻ സിൽക്ക് ത്രെഡിലൊക്കെ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഐഡിയ പോലെ ഇവിടെ ഇതുപോലെയുള്ള ഫ്രഞ്ച് നോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ പേളുകൾ വെച്ച് കൊടുക്കാം. നമുക്കിവിടെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നൂല് കുത്തിയെടുക്കുക. 2 വട്ടം സൂചിയിൽ ചുറ്റി കൊടുക്കുക. കുത്തി മുകളിലോട്ടെടുത്ത സെയിം പോയിന്റിൽ കൂടി താഴേക്ക് കുത്തി ഇറക്കുക. 12 ഇഴ നൂലാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് താഴെയും ഇതുപോലെ ചെയ്യാം. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. ഫ്രീ ക്ലാസ്സാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. Thank you, friends.